വിന്റേജ് വിമൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അത് അങ്ങനെ ഒരു ആശയം ആദ്യമായി മനസ്സിലുദിച്ചത് ഇന്നത്തെ ജനറൽ സെക്രട്ടറി ആയ ബിന്ദു ടീച്ചർ, അതുപോലെ സെക്രട്ടറി ആയ പി രഞ്ജിനി ടീച്ചർ, ട്രഷററായ അജിത ടീച്ചർ. ഇവർ മൂന്നുപേരുമാണ് ഈ ആശയം കൊണ്ടുവന്നത്. അതിനുശേഷം ഞങ്ങളെയൊക്കെ സമീപിച്ചു. അതിങ്ങനെ ട്രസ്റ്റ് രൂപീകരിക്കാൻ ഞങ്ങൾ 21 പേര്, എല്ലാം റിട്ടയർഡ് ഹാൻഡ്സ് ആണ്. അധ്യാപികമാരുണ്ട്, റിട്ടയർ ചെയ്യാത്ത ഒരു വക്കീലുണ്ട്, നയന വക്കീല്. അങ്ങനെ ഇത്രയും 21 പേർ ചേർന്ന് ആരംഭിച്ച വിമൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിനിപ്പോ രജിസ്ട്രേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞു. ട്രസ്റ്റിന്റെ കീഴിൽ ആദ്യം തന്നെയുള്ള ഈ സംരംഭം, അതായത് വിന്റേജ് പേൾ ഹോം, വീട്ടിൽ ഒറ്റപ്പെടുന്ന സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഉല്ലാസഭരിതമാക്കുക, അല്ലെങ്കിൽ ജീവിതം ഒന്നും കൂടെ സന്തോഷഭരിതമാക്കുന്നതിനോടൊപ്പം അവർക്ക് ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്ന തരത്തിൽ അവർക്ക് ഓരോരുത്തർ അവരുടെ സെൽഫ് എക്സ്പ്രഷനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. അതുകൂടാതെ യോഗ, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട്. ബോധവൽക്കരണം മാത്രമല്ല, എല്ലാ ദിവസവും യോഗ നടക്കുന്നുണ്ട്. ഏപ്രിൽ 22-നാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും ഒന്നും കൂടെ എല്ലാരെയും, ഇത് നടത്തുന്നവരെയും കുറച്ചും കൂടി സന്തോഷഭരിതരാക്കുകയും സംതൃപ്തരാക്കുകയും എന്തായാലും ചെയ്തത് നന്നായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അവരുടെ ആ സന്തോഷം, അവരുടെ ആ മാറ്റം, വളരെ ഭൂമിയായി വന്ന പലരും ഇപ്പോ വളരെ സന്തോഷത്തോടുകൂടി, അതായത് മുഖം കണ്ടാൽ അറിയാം, നിങ്ങളിപ്പോ അനുഭവിച്ചിട്ടുണ്ടാവും അവരുടെ ആ വ്യത്യാസം. ഈ ഒരു നിലയിലേക്ക് എത്താൻ ആദ്യത്തെ ഒരാഴ്ച ചെറിയ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ അവർക്കറിയാം, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് അവരുടെ മാനസികമായി അവർക്കറിയാം. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം മുമ്പ് അത് മാത്രമാണ് ഇവരുടെ ശീലം. വെറും സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്നറിയാത്ത ഒരുപാട് സ്ത്രീകളാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങാനുള്ള ഒരു കാരണം, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന, ഭർത്താവ് നേരത്തെ മരിക്കുകയും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, മക്കളൊക്കെ ദൂരെ UK, USA എന്നെല്ലാം പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് സെറ്റിൽഡ് ആവുകയൊക്കെ ചെയ്ത ഒരുപാട് മക്കളുണ്ട്. അങ്ങനെ അവര് നോക്കാത്തതല്ല, ഇന്നത്തെ ലോകം വളരെ ബിസിയാണ്. എല്ലാവർക്കും ജീവിതത്തില് എല്ലാരും തിരക്ക് പിടിച്ച ഒരു ഓട്ടത്തിലാണ്, നമുക്കറിയാം. അതായത് വേറെ ലോകം ഓരോരുത്തർക്കും. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉള്ളതുപോലെയല്ല. എന്തായാലും പുരോഗമനപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നാടിന്റെ വികസനത്തിനും നാടിന്റെ ക്ഷേമത്തിനും ഒക്കെ ഇതൊക്കെ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാ. പക്ഷേ അങ്ങനെയുള്ള മാറ്റത്തോടൊപ്പം ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞ സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം അവർക്കൊരു എക്സ്പോഷർ ഇല്ല. ആ ഒരു തലമുറക്ക് തീർച്ചയായും പുറത്തു പോകും. ഇപ്പൊ സാധാരണ പുരുഷന്മാരാണെങ്കിൽ പുറത്തു പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ലാത്തവരാണ് സ്ത്രീകൾ. നമ്മുടെ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥിതിയുടെ കാര്യമായാലും എക്സ്പോഷർ കുറവ് എപ്പോഴും സ്ത്രീകൾക്കായിരിക്കും. ജോലിയില്ലാത്ത സ്ത്രീകളൊക്കെ വീട്ടിന്റെ അടുക്കളയിൽ തളച്ചിട്ടപ്പെട്ട ആ ഒരു തലമുറയാണിത്. അപ്പൊ അങ്ങനെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ആദ്യം സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇടം ഒരുക്കുക എന്ന് ആലോചിച്ചത്. ഇന്നിപ്പോ കണ്ടതുപോലെ കളികളുണ്ട്, കളിയുണ്ട്, പാട്ടുണ്ട്, ഒരു ഡാൻസ് തെറാപ്പി ഉണ്ട്, ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി നടത്താറുണ്ട്, മ്യൂസിക് തെറാപ്പി നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഈ ജീവിതം ഉല്ലാസഭരിതമാക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസും ഇതിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് ടാലൻസ് ഉള്ള പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കവർ ഉണ്ടാക്കുന്ന, അതായത് ക്രാഫ്റ്റ് വർക്ക് ഇതിനുള്ള ട്രെയിനിങ് നടന്നിട്ടുണ്ട്. ചക്കക്കാലത്ത് ഒരുപാട് ചക്ക മുറിച്ചിട്ടിട്ട് അതൊരു ചാലഞ്ച് പോലെ അല്ല, അവര് അന്യോന്യം ആരാണ് വേഗം ചെയ്യുക എന്നുള്ള അത്തരം ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വിന്റേജിൽ വന്ന് നോക്കിയത് എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികളിൽ. വന്ന അന്ന് മുതൽ തന്നെ മുദ്രയുടെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ഉറക്കിന് വേണ്ടിയുള്ള മുദ്ര, പലതരം മുദ്ര പഠിപ്പിക്കുന്ന ഒരാള്. ആ സമയത്താണ് ഞാനിവിടെ വന്നത്. എന്റെ ഭർത്താവ് മരിച്ചതാണ് കുറച്ച് മാസമായി. അതിന്റെ ഏകാന്തതയായിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ എന്റെ മകള് പറഞ്ഞതാണ്, അമ്മ ഒന്ന് ഇവിടെ ഒരു വിന്റേജ് പേൾ ഹോമുണ്ട്, ടീച്ചർമാർ നടത്തുന്നത്, അതുകൊണ്ട് അവിടെ ഒന്ന് അമ്മ പോയി നോക്ക്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നോ, ഇല്ലെങ്കിൽ അമ്മ ഇങ്ങ് പോരുന്നതാണ്. അങ്ങനെ ഞാൻ വന്നതാണ്. വന്ന ദിവസം തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇവിടെയുള്ള ആൾക്കാരെയും ഇവിടുത്തെ ടീച്ചേഴ്സിനെയും ഇവിടുത്തെ പരിസരവും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു വൃദ്ധസദനമല്ല, ഇതൊരു പകൽ വീടല്ല, ഇത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും
പല ചെറിയ അസുഖങ്ങളുള്ളവര്, ഒറ്റപ്പെട്ടവരാ കൂടുതൽ ഇവിടെയില്ല. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അമ്മമാര് മക്കളെ എങ്ങനെ സംരക്ഷിക്കുന്നു അതേ രീതിയിലാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. 10:30 മുതൽ 11:30 വരെ എക്സസൈസ് പല തരത്തിലുള്ള. ആ എക്സസൈസ് ഈ പ്രായമുള്ള ഞങ്ങൾക്ക് വളരെ ഉപകാരം. കാലിനും കൈക്കും എല്ലാം ശക്തി കിട്ടി, മനസ്സിന് ധൈര്യം കിട്ടി. അതിനുശേഷം ടീച്ചർ ഞങ്ങളെ ഒരു ഡാൻസ് പഠിപ്പിക്കും. അങ്ങനെ എല്ലാവരും ഡാൻസും കളിക്കും, പാട്ടും പാടും. പിന്നെ ഉച്ച 11:30 12 മണിക്ക് ഞങ്ങൾക്ക് ഓട്സോ മുത്താറിയോ ചായയോ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാവും. ഉച്ച സമയത്തെല്ലാം ഒരുവിധമുള്ള വറവുകളോ എല്ലാം ഉള്ള ഒരു ഭക്ഷണം ഉണ്ടാവും. അത് തന്നെ അമ്മമാര് മക്കളെ ഊട്ടും പോലെയാണ് ടീച്ചർമാര് ചോറ് വേണോ കറി വേണോ എന്ന രീതിയിൽ ഞങ്ങളെ ഊട്ടുന്നത്. ഫണ്ട് റേസിംഗ് നമുക്കൊരു കടമ്പയാണ്. ആദ്യം തുടങ്ങിയത് ഞങ്ങൾ തന്നെ ഓരോരുത്തരും ഇതിനു വേണ്ട ആവശ്യമുള്ള ചെലവ് വഹിച്ചുകൊണ്ടാണ്, സ്വയം 21 പേരും ഒരുമിച്ച് വഹിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇത് കണ്ടിട്ട് ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരാറുണ്ട്, ഇത് കാണാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ. അങ്ങനെ വരുന്നവരൊക്കെ കൈ അയച്ച് സഹായിക്കുന്നുണ്ട്, ഒരുപാട് സഹായദാനം, അതായത് സാമ്പത്തികമായി തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് അധികം അന്നെടുത്തതുപോലെ ഞങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് ഇനിയും സഹകരണവും, അതായത് ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലായാലും സാമ്പത്തികമായി ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ ഒരു വ്യത്യാസം കാണേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് അവരൊക്കെ ആവശ്യപ്പെടുന്നത് അത് ഇതൊരിക്കലും നിങ്ങൾ നിർത്തല്ലേ എന്ന് തന്നെയാണ് ഇവിടെ വരുന്ന അതിഥികൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ ഒരു 68 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതില് ഒരു ദിവസം ആവറേജ് ഒരു 10-30 പേര്, അല്ലെങ്കിൽ 25 മുതൽ 30 വരെയുള്ള ആളുകൾ വരാറുണ്ട്. ഇന്നും 30ന്റെ അടുത്തുണ്ട്, ഇന്നലെ അത് തന്നെ 38 ഉണ്ട്. അപ്പൊ അങ്ങനെ ആണ് ഇവര് വന്നു ചേരുന്നത്. ഇവര് വന്നു ചേരുകയും ഇതുപോലെ നമ്മളെല്ലാരും ഉല്ലാസഭരിതരായി ഇതിനിടയ്ക്ക് ടൂറ് നടത്തിയിട്ടുണ്ട്. ആദ്യം ഇവരെ കൊണ്ടുപോയത് ഒരു സിനിമക്ക് കൊണ്ടുപോയിട്ടുണ്ട് വടകര തന്നെ. അങ്ങനെ പോവാത്ത ഈ മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്താന്ന് വരെ അറിയാത്ത, അല്ലെങ്കിൽ അതിനൊന്നും ഒരു അവസരം കിട്ടാത്ത കുറെ അതിഥികൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ അവരെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം കോഴിക്കോട്, ദൂരെയൊന്നുമല്ല, കോഴിക്കോടാണ് കൊണ്ടുപോയത്. ഇതുവരെ മോളിൽ കയറാത്തവരുണ്ട്. അവരുടെയൊക്കെ ഒരു ആഹ്ലാദം കാണേണ്ടത് തന്നെയാണ്. അതുപോലെ എസ്കലേറ്ററിൽ കയറാൻ അവസരം കിട്ടാത്തവരുണ്ട്. കുറെ പ്രാവശ്യം കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ട് അത് ആഹ്ലാദിച്ച് അത് എൻജോയ് ചെയ്തവര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതില് ഞങ്ങൾ തീർത്തും ചാരിതാർത്ഥ്യം ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ 21 പേർക്കും. എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാന്നുള്ളത് സമൂഹത്തിനറിയാം. ഈ പ്രദേശത്തുള്ള ഈ സമൂഹം നമ്മുടെ തികച്ചും നമ്മളോട് വലിയ സപ്പോർട്ട് തന്നുകൊണ്ടാണ് നമ്മളിപ്പോ മുമ്പോട്ട് പോകുന്നത്. ഇനി ഈ സമൂഹത്തിന്റെ മുഴുവൻ സപ്പോർട്ടും ഈ കാര്യത്തിൽ, ഇതിനെ നിലനിർത്തുക എന്ന കാര്യത്തിൽ, അത് സാമ്പത്തികമായ സപ്പോർട്ടായാലും ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലും, എന്തൊക്കെ റിസോഴ്സ്ഫുൾ, എന്തൊക്കെ കാര്യങ്ങൾ, ഐഡിയാസിന്റെ ആശയപരമായ കാര്യത്തിലും ഞങ്ങള് സമൂഹത്തിനോട് ചോദിക്കുകയാണ്. സമൂഹത്തിന്റെ നിർദ്ദേശങ്ങളും അവരുടെ സംഭാവനകളും സ്വീകരിക്കാൻ തയ്യാറായി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ